ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേബിൾ കാറിലെ യാത്രയും കേബിൾ കാറിലെ കാഴ്ചകളും ചിൻഫീസ് ടെമ്പിളിലേക്ക് പോകുന്ന എൻട്രൻസ് വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേബിൾ കാറിലേക്ക് പോകാൻ പറ്റുന്ന സ്ഥലം ഒരു മാളിൻ്റെ പ്രതീതിയാണ്. അത്യാവശ്യം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇന്ത്യയിലും പല സ്ഥലത്തും ഇതേപോലെ ടൂറിസ്റ്റ് ആക്ടിവിറ്റിയിൽ കേബിൾ കാറ് ഉണ്ട്. എല്ലായിടത്തെയും ടെക്നോളജി ഏതാണ് സെയിം തന്നെയാണ്. അങ്ങനെ നമ്മളും കേബിൾ കാറിൻ്റെ അടുത്തെത്തി നിൽക്കുന്നതാണ് കേബിൾ കാർ. അങ്ങനെ നമ്മുടെ ടേൺ ആയപ്പോഴത്തേക്ക് നമ്മളും കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മളും കേബിൾ കാറിൻ്റെ അവിടെ കയറി ഇനി കേബിൾ കാറിലെ കാഴ്ചയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ കേബിൾ കാർ അവിടെ നിന്ന് മൂവായി തുടങ്ങി നമ്മളും താഴെ നിന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ അതിനകത്ത് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഓൾറെഡി ഹൈ റേഞ്ച് ഏരിയയിൽ തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്നതോറും തണുപ്പിൻ്റെ തീവ്രത വർദ്ധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കാഴ്ചകളും അതിമനോഹരമാണ്. പിന്നെ മലേഷ്യയിൽ വരുന്ന ആൾക്കാരുടെ ഒരു പ്രധാന ആകർഷണമാണ് ഈ പറഞ്ഞ 2-വേ കേബിൾ കാർ. ഈ കേബിൾ കാർ ഉള്ളത് ജെൻറ്റിങ് ഹൈലൻഡിലേക്കുള്ള യാത്രയിലാണ്. ഒരു കേബിൾ കാറിൻ്റെ ഉള്ളിൽ മാക്സിമം 8 പേരാണ് അവർ അലൗഡ് ആക്കുന്നുള്ളൂ. ചില സമയത്ത് കുറവായിരിക്കും. ഗ്രൂപ്പ് ആൾക്കാർ വെച്ചാണെങ്കിൽ ചിലപ്പോൾ 6 പേരുടെ ഗ്രൂപ്പ് ആണെങ്കിൽ ഒറ്റ കേബിൾ കാറിൽ അവർ 6 പേര് മാത്രമായിരിക്കും അവർ കയറ്റിവിടുന്നത്. അങ്ങനെ നമ്മൾ ചിൻഫീസ് ടെമ്പിളിൻ്റെ സ്റ്റോപ്പിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ചിൻഫീസ് ടെമ്പിളിൻ്റെ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. ഈ ചിൻഫീസ് ടെമ്പിളിൻ്റെ സ്റ്റോപ്പ് കുറച്ചും കൂടി ഉയരത്തിലാണ്. താഴത്തോട്ട് നമ്മൾ ഇറങ്ങി വരണം, എന്നാലാണ് ടെമ്പിളും അതൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി ഇതേ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് നടന്ന് വരികയാണ്. ഇതാണ് ബുദ്ധന്മാരുടെ പഗോഡ. ചിൻഫീസ് ടെമ്പിളിൻ്റെ വീഡിയോ അടുത്ത ഭാഗത്തിലാണ്. ഒരുപാട് ശില്പങ്ങൾ ഇതിനകത്ത് മതിലിൽ കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ഭാഗത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.